ജുനോണിയ ഇഫിത്ത ഏഷ്യയിലത്തെ ചോക്ലേറ്റ് പാൻസി അല്ലെങ്കിൽ ചോക്ലേറ്റ് സോൾജിയർ എന്നറിയപ്പെടുന്ന ഒരു ചിത്രശലഭമാണിത്. ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഇവിടെയുള്ള ഒരു എലന്തപ്പഴത്തിൻ്റെ മരത്തിൽ തേൻ കുടിക്കാൻ വന്നേക്കുന്നതാണ്. ഇഷ്ടംമാതിരി പൂക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തേൻ കുടിക്കാൻ വന്നേക്കുന്നത്. ഇത് മാത്രമല്ല, ഇഷ്ടംമാതിരി പ്രാണികളും വേറെ പ്രാണികളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെ നേറ്റീവ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏഷ്യയാണ്. അതായത് ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ, പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള റീജിയൻസും. ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പോളിനേഷനാണ്. എല്ലാ ചിത്രശലഭങ്ങളെയും പോലെ തന്നെ ഇത് തേൻ കുടിച്ച് ജീവിക്കുന്ന ഒരു പൂമ്പാറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡൽട്സാണ് കൂടുതലായിട്ടും ഈ തേൻ ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഇൻഡിക്കേറ്റർ സ്പീഷീസാണ്. ഇത് വളരെ എക്കോസിസ്റ്റത്തിൻ്റെ ചേഞ്ചസിന് പോലും ഇത് റെസ്പോണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി എക്കോസിസ്റ്റത്തിൽ മാത്രമാണ് ഇതിനെ കാണുള്ളൂ. ഇതിൻ്റെ ഒരു ലാർവൽ ഫോമിൽ ഇത് ഫീഡ് ചെയ്യുന്നത് പ്ലാന്റ്സിനെയാണ്. യൂഷ്വലി അക്കന്തേസിയ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സിനെയാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. കൂടുതലായിട്ടും ജസ്റ്റീഷ്യ, സ്ട്രോബിലാൻഡസ്, ഡിപ്റ്ററാക്കാന്തസ് എന്നീ പ്ലാന്റ്സിനെയാണ് ഇതിൻ്റെ കാറ്റർപില്ലേഴ്സ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെടികളൊക്കെ അത്യാവശ്യം പിടിപ്പിച്ചാൽ മാത്രമേ ഇതിൻ്റെ പോപ്പുലേഷൻ നിലനിർത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിന് ഇപ്പോഴത്തെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു വലിയ ലീഗൽ പ്രൊട്ടക്ഷനൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഹാബിറ്റാറ്റ് ലോസ് കാരണം ഇതിൻ്റെ പോപ്പുലേഷൻ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുന്ന മോഡറേറ്റ്ലി ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പൺ ഫോറസ്റ്റ്, സ്ക്രബ് ലാൻഡ്സ്, ഗാർഡൻസ്, റോഡ് സൈഡ് വെജിറ്റേഷൻസ്, ഈ ഏരിയാസിലൊക്കെ തന്നെ ഇത് കണ്ടുവരുന്ന ഒരു കോമൺ പൂമ്പാറ്റയാണ്. ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എഗ്ഗ്, ലാർവ, പ്യൂപ്പ, പിന്നെ അഡൽട്ട് സ്റ്റേജ് ആണ്. അതിൻ്റെ അകത്ത് എഗ്ഗ് കൂടുതലായിട്ടും ഹോസ്റ്റ് പ്ലാന്റ്സിലാണ് ഇത് മുട്ടയിടുന്നത്. അതൊരു 3 ദിവസം വരെയാണ് മുട്ട വിരിയാനെടുക്കുന്ന സമയം. പിന്നെ ഒരു ലാർവ ഫേസ് എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ കാറ്റർപില്ലർ ഫേസ് ആണ്. ഒരു ഡാർക്ക് ബ്രൗൺ സ്പൈനി കാറ്റർപില്ലറാണ് യൂഷ്വലി ഇതിനുള്ളത്. അതിൻ്റെ വീഡിയോ എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ലാവ സ്റ്റേജിൽ ഒരു 15 to 17 ഡേയ്സ് വരെയാണ് ഇത് ലാവ സ്റ്റേജിൽ വരുന്നത്. പിന്നെ പ്യൂപ്പ സ്റ്റേജിൽ 6 to 8 ഡേയ്സ് വരെയാണ് ഇത് പ്യൂപ്പ സ്റ്റേജിൽ വരുന്നത്. ആ പ്യൂപ്പ സ്റ്റേജിൽ ഇതൊരു സ്മോക്കി ബ്രൗൺ ഒരു ചെറിയൊരു കൊക്കൂണിലായിരിക്കും ഇത് ഇരിക്കുന്നത്. പിന്നെ വരുന്നത് അഡൽട്ട് സ്റ്റേജ് ആണ്. അതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രഡേറ്റേഴ്സ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കിളികളും പിന്നെ സ്പൈഡേഴ്സും വലിയ ഉറുമ്പുകളൊക്കെയാണ്. ചിലന്തികളൊക്കെ ഇതിനെ ഹണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസം പറയുന്നത് ക്യാമഫ്ലേജിങ് ആണ്. കരിയിലയുടെയൊക്കെ ഒരു കളറേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഇറാറ്റിക് ഫ്ലൈറ്റും ഇതിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസം ആണ്. അതായത് വളരെ സ്വിഫ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഉള്ള ഫ്ലൈറ്റ്സ്, അതും ഇതിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസം ആണ്. ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസിലേക്ക് ഒരുപാട് ഫീച്ചർ ചെയ്തേക്കുന്ന ഒരു പൂമ്പാറ്റയാണിത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗാർഡൻസിലാണെങ്കിലും നേച്ചർ റിസർവ്സിലാണെങ്കിലും ഒരുപാടുള്ള ഒരു പൂമ്പാറ്റയാണ്. ഒരു വൈഡ്ലി അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു പൂമ്പാറ്റയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വളരെ നേരത്തെ ത്രെഡ് മാതിരി കാണുന്നത് പ്രൊബോസിസ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു മൗത്ത് പാർട്ടാണ്. അപ്പോൾ ഇതൊരു സ്ട്രോ മാതിരിയുള്ള ഒരു പാർട്ടാണിത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് തേൻ സിപ്പ് ചെയ്ത് ഇത് കുടിക്കുന്നത്. തേനൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അത് വൃത്തിയായിട്ട് അത് റോൾ ചെയ്ത് വെക്കണതാണ്. അപ്പോൾ തേൻ കുടിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ വെക്കുന്ന 2 കൊമ്പ് വാരിയുള്ള ആ ഒരു ഇത് ആൻറ്റിനാസ് ആണ്. ആ ആൻറ്റിനാസ് വെച്ചിട്ടാണ് എയറിൽ ഇതിൻ്റെ ഫ്ലവേഴ്സിൽ നെക്ടേഴ്സ് ഉള്ള ഏരിയാസൊക്കെ തന്നെ ലൊക്കേറ്റ് ചെയ്ത് ഇത് അവിടെ വരും. അപ്പോൾ ഇതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.